വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തിൽ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തിൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 24-ാമത് വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാത്തത് എന്താണ്? അത്യുന്നതനായ ദൈവം ഒരു മനുഷ്യൻ്റെ നേരെ കൈ നീട്ടുന്നത് അവനെ രക്ഷിപ്പാൻ വേണ്ടിയാണ്, അവനെ സ്നേഹിപ്പാൻ വേണ്ടിയാണ്, അവനെ അനുഗ്രഹിപ്പാൻ വേണ്ടിയാണ്, അവനെ ആശീർവദിപ്പാൻ വേണ്ടിയാണ്. എന്നാൽ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അത് ദൈവത്തിൻ്റെ കരമാണെന്നും നമുക്ക് നേരെ നീട്ടപ്പെട്ടിരിക്കുന്ന കരം നമ്മെ സഹായിപ്പാൻ വേണ്ടി നീട്ടപ്പെടുന്ന കരമാണെന്നും തിരിച്ചറിയുന്നതിന് പകരം ആ കരങ്ങളെ നാം നിഷേധിക്കുന്ന, ആ കരങ്ങളെ തട്ടിക്കളയുന്ന അനുഭവങ്ങളായിത്തീരുന്നുവോ എന്നൊരു ചോദ്യം ഈ വാക്യത്തിനുള്ളിലുണ്ട്. നാം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യോസേപ്പിൻ്റെ സഹോദരന്മാർ മടങ്ങി വരേണ്ട സമയമായിട്ടും മടങ്ങി വരാത്തതുകൊണ്ട് അപ്പനുമായുള്ള സംഭാഷണത്തിനകത്ത് സഹോദരന്മാരുടെ ക്ഷേമമന്വേഷിച്ച് അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു മടങ്ങി വരാമെന്ന് പറഞ്ഞ് സഹോദരന്മാർക്ക് ഭക്ഷണപ്പൊതിയും നീട്ടിപ്പിടിച്ചുകൊണ്ട് ചെല്ലുന്ന ആ യോസേപ്പിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും യോസേപ്പിനെ അവർ പിടിച്ച് അവൻ്റെ കയ്യിലിരുന്ന അപ്പപ്പൊതികൾ വാങ്ങിയെടുത്തിട്ട് തൻ്റെ അങ്കി ഊരിയെടുത്ത് പൊട്ടക്കിണറ്റിൽ തന്നെ തള്ളുവാനും ഇശ്മായേലിയ കച്ചവടക്കാർക്ക് വിറ്റുകളയുവാനും ഇടയായിത്തീർന്നു. ഈ യോസേപ്പ് സ്വന്തം സഹോദരന്മാരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കേണ്ടവനാണെന്നും ദാരിദ്ര്യകാലത്ത് ക്ഷേമമായി പോറ്റുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ്റെ കരമാണെന്നും തിരിച്ചറിയാൻ കഴിയാതെ സഹോദരന്മാർ യോസേപ്പിനെ അപമാനിപ്പാനും തള്ളിക്കളയുവാനും ഇടയായിത്തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 39-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന യോസേപ്പ് ആ ഭവനത്തിന് നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ക്ഷാമകാലത്ത് ആ കുടുംബത്തെയും പോറ്റേണ്ടവനാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പൊത്തിപ്പേറിൻ്റെ ഭാര്യ അവളുടെ ഇച്ഛയ്ക്കും ഇഷ്ടത്തിനുമനുസരിച്ച് യോസേപ്പ് വഴങ്ങാതെ വന്നപ്പോൾ യോസേപ്പിനെ അകാരണമായി ഉപദ്രവിക്കുകയും തൻ്റെ കൈക്ക് ആമം വെച്ച് കാരാഗ്രഹത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്ന ആ ഒരു കാഴ്ചയും നമുക്ക് ആ വചനത്തിനകത്ത് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. ഈ 2 വചനങ്ങൾ നാം ശ്രദ്ധിച്ചു നോക്കണം. സ്വന്തം സഹോദരന്മാരെ അനുഗ്രഹിപ്പാൻ വേണ്ടി അവർക്ക് ഭക്ഷണവുമായി വന്ന യോസേപ്പിനെ മനസ്സിലാക്കാതെ ആ കരങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പിടിച്ചു കൊടുത്തുവിടുന്ന സഹോദരന്മാരുടെ ജീവിത പശ്ചാത്തലം ഓർത്തു നോക്കൂ. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റേണ്ട യോസേപ്പിനെ പൊത്തിപ്പേറിൻ്റെ ഭാര്യ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ നോക്കി നിന്ന് ചിരിക്കുന്നതായ ആ കാഴ്ചയൊന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ തന്നെയാണ് ശലോമോനെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളെ രക്ഷിപ്പാൻ വരുന്നൊരു കരമാണ് ദൈവത്തിൻ്റെ കരം. ആ ദൈവത്തിൻ്റെ കരം ചിലപ്പോൾ ആരുടെ കരമായി? സഹോദരൻ്റെ കരമായി വരാം, യോസേപ്പിൻ്റെ കരമായി വരാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായി അത് വെളിപ്പെട്ടെന്ന് വരാം. പക്ഷേ അത് ദൈവത്തിൻ്റെ കരമാണ്. ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി, ഞങ്ങൾക്ക് നന്മയ്ക്കായി വരുന്ന കരങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുവാൻ, കരങ്ങൾ കൊടുത്ത് സ്വീകരിക്കേണ്ടതിനെ കരങ്ങൾ കൊടുത്ത് സ്വീകരിപ്പാൻ, ചേർന്ന് നിൽക്കേണ്ടതിനോട് ചേർന്ന് നിൽക്കുവാൻ ഇടയാകുന്നു എങ്കിൽ അത് നമുക്ക് നന്മയ്ക്കും അനുഗ്രഹത്തിനും ശ്രേഷ്ഠതയ്ക്കുമൊക്കെ കാരണമായി തീരുമെന്നുള്ള ആഴമായ ഒരു പഠിപ്പിക്കൽ തന്നെയാണ് ഈ വചനത്തിനുള്ളിലുള്ളത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിപ്പാൻ വരുന്നവരെ, നമ്മെ സഹായിപ്പാൻ വരുന്നവരെ, നമുക്കൊരു ഒരു നന്മയായി വരുന്നവരെ നാം തിരിച്ചറിയുവാനും
അവരോട് ചേർന്ന് നിൽക്കുവാൻ, അവരുടെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ നമുക്ക് കഴിയേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ നിലകളിൽ ജീവിപ്പാൻ നമ്മെ ഏൽപ്പിക്കുന്നവരുമായി തീരാം. അതിന് എൻ്റെ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, രക്ഷിപ്പാൻ വരുന്ന കരത്തെ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് ആ കരത്തോട് ചേർന്ന് നിൽപ്പാനും ആ നിലയിൽ ഞങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം, എല്ലാ അനുഗ്രഹം കൊണ്ടും നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.